ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ആനന്ദാശ്രമത്തെക്കുറിച്ചാണ്. എൻ്റെ നാട്ടിലാണ് ആനന്ദാശ്രമം ഉള്ളത്. ഇത് ഇന്ത്യയിലെ കേരളത്തിലെ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ഒരു നഗരവും മുനിസിപ്പാലിറ്റി ആയ എൻ്റെ കാഞ്ഞങ്ങാടിലുള്ള ഒരു ആത്മീയ വിശ്രമ കേന്ദ്രമാണ് ആനന്ദാശ്രമം. 1931 സ്വാമി രാംദാസും പാപ്പ രാംദാസ്, പൂജ്യ മാതാജി എന്നീ അറിയപ്പെടുന്ന മദർ കൃഷ്ണറാംബായും ചേർന്നാണ് ആനന്ദാശ്രമം സ്ഥാപിച്ചത്. ആശ്രമത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സ്വാമി രാംദാസ് ആശ്രമത്തിൻ്റെ ഉദ്ദിഷ്ടം വിവരിക്കുന്ന ഒരു ചെറിയ പ്രസംഗം നടത്തി. ലോകത്തിലെ എല്ലാ ജീവികളും സൃഷ്ടികളിലും ദൈവീകത ഉള്ള ഒരു ദർശനത്തെ അടിസ്ഥാനമാക്കിയുള്ള സാർവത്രിക സ്നേഹം സേവനവുമാണ് ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആദർശം. ഇവിടെ ഒരു പുരുഷനും സ്ത്രീയും കുട്ടിക്കും ഏത് വിഭാഗത്തിലോ മതത്തിലോ ജാതിയിലോ ഉൾപ്പെട്ടാലും സ്വതന്ത്രമായി പ്രവേശനമുണ്ടായിരിക്കും. പരസ്പര സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മനോഭാവം വളർത്തുകയാണ് എല്ലാ ശ്രമങ്ങളും നടത്തുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ അതിൻ്റെ ചുവരുകളിലുള്ളത് സാക്ഷാത്കരിക്കുന്ന പുറം ലോകത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ ശരിയായ പെരുമാറ്റത്തിന് ഒരു ഉദാഹരണമാണ് ഈ തെളിയിക്കപ്പെടുന്നത് ഈ ആനന്ദാശ്രമം. ആനന്ദാശ്രമത്തിലെ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന എല്ലാ ഭക്തർക്കും അതുപോലെ തന്നെ എല്ലാ സാധാരണ സന്ദർശകർക്കും ആനന്ദാശ്രമം സൗജന്യ പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, ചായ, അത്താഴം എന്നിവ നൽകുന്നു. ഭക്ഷണം സസ്യാഹാരമാണ്. കൂടാതെ ആശ്രമത്തിലെ പശുക്കളുടെ പാല് കൊണ്ട് ഉണ്ടാക്കുന്ന ധാരാളം പാൽ ഉൽപ്പന്നങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നു. 1959 പുറത്തിറങ്ങിയ അഷ്റംസ് എന്ന ചിത്രത്തിനായി അർണോൾഡ് ഡെസ്ചാർഡിൻസ് ആനന്ദാശ്രമം 2 സ്ഥാപകരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചിത്രീകരിച്ചു. ഈ ആശ്രമത്തിൽ 3 സമാധികളിൽ ഒന്നിൽ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ മന്ത്രം ജപിക്കുന്നു. സ്വാമി രാംദാസ്, മാതാജി കൃഷ്ണബായ്, സ്വാമി സച്ചിദാനന്ദ എന്നിവരുടെ സമാധികൾ ഭജൻ ഹാളിൽ രാമനാമത്തിൻ്റെ പുറമെ താഴെ പറയുന്നവയും ജപിക്കുന്നു. സ്വാമി രാംദാസിൻ്റെ ജീവിതകാലത്ത് ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനും ശേഷം ഭജൻ ഹാളിൽ സന്ദർശിക്കുമായിരുന്നു. ചർച്ചകളിൽ ഏർപ്പെടുന്ന സമയങ്ങൾ ഒഴികെ പ്രധാന ഭജൻ ഹാളിൽ ദിവസം മുഴുവനും മന്ത്രം ചൊല്ലിയിരുന്നു. രാവിലെ 5 മുതൽ 6 വരെ ഭക്തർ സ്വാമി രാംദാസിൻ്റെ മുറിയിൽ ധ്യാനത്തിനിരിക്കാറുണ്ട്. അതിനുശേഷം സ്വാമി രാംദാസ് ഭക്തരോടൊപ്പം ദിവസം ചെലവഴിക്കുമായിരുന്നു. അത്താഴം വൈകുന്നേരം 7:30 വിളമ്പി. ഗുരുസ്തുതി, ഹനുമാൻ ചാലിസ, കുട്ടികൾ ഗീതയിലെ അധ്യായങ്ങൾ, അരുണാചല ശിവ, നമോ രാമനായ, അക്ഷരമാല, ശ്രീ രമണ മഹർഷിയെ ആദർശിച്ചുകൊണ്ട് ഓം നമഃ ശിവായ, ഹരേ രാമ ഹരേ കൃഷ്ണ നിശബ്ദ ധ്യാനത്തിനും ഇടമുണ്ട്. അതിരാവിലെ സ്വാമി രാംദാസിൻ്റെ മുറിയിൽ ധ്യാനിക്കുന്ന രീതി തുടരുന്നു. 1963 സ്വാമി രാംദാസിൻ്റെ മഹാസമാധിക്ക് ശേഷം 1989 മരിക്കുന്നതുവരെ മാതാജി കൃഷ്ണബായി ആനന്ദാശ്രമത്തിൻ്റെ നേതൃത്വം വഹിച്ചു. 1949 ആശ്രമത്തിൻ്റെ ചേർന്ന സ്വാമി സച്ചിദാനന്ദ 2008 മരിക്കുന്നതുവരെ ആശ്രമത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സ്വാമി മുക്താനന്ദ ആശ്രമത്തിൻ്റെ തലവനാണ്. ഈ ആനന്ദാശ്രമത്തിൽ പ്രവേശന സമയം എല്ലാ ദിവസവും രാവിലെ 5 മുതൽ രാത്രി 10 വരെയാണ്. സൗജന്യമാണ്. മുൻകൂട്ടി ടിക്കറ്റുകൾ ആവശ്യമില്ല. വീൽചെയർ ഉപയോഗിക്കുന്നവർക്കായി പ്രത്യേക പ്രവേശനം കവാടങ്ങളും പാർക്കിംഗ് സൗകര്യവുമെല്ലാം ലഭ്യമാണ്.
ഈ ആനന്ദാശ്രമത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിശ്വശാന്തിയും സേവനും എന്നാണ്. കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ കിഴക്കായി മന്നംപൊതി കുന്നിൻ്റെ അരികിലായി സ്ഥിതി ചെയ്യുന്നതാണ് ആനന്ദാശ്രമം. ഭജൻ ഹാൾ, ഗോശാല, ഭോജനശാല, പുസ്തകശാല എന്നിവ ഇവിടെയുണ്ട്. ഓം ശ്രീറാം ജയ് രാം ജയ് ജയ് രാം എന്ന മന്ത്രമാണ് ആശ്രമത്തിലെ മുഖ്യ ജപം. ഇത് സ്വാമി രാംദാസിൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവ് നൽകിയ ഉപദേശമാണ്. ജാതിമത ഭേദമന്യേ സർവചാരങ്ങളിലും ദൈവത്തെ കാണുക എന്നതായിരുന്നു സ്വാമി രാംദാസിൻ്റെ ദർശനം. രാമനാമ ജപത്തിലൂടെ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയമായി ഉണർത്തി നേടാനും സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ആശ്രമത്തിൽ 24 മണിക്കൂറും വിരാമത്തിലെ ഭജനയും രാമനാമ ജപവും നടക്കാറുണ്ട്. ഭക്തർക്കിവിടെ സൗജന്യ താമസം, ഭക്ഷണം, ഗ്രന്ഥശാല എന്നീ സൗകര്യങ്ങളും ലഭ്യമാണ്. ഇവിടുത്തെ രാമനാമ ജപം 6 മണി മുതൽ വൈകുന്നേരം 6 വരെ തുടർച്ചയായി നടക്കുന്നു. ധ്യാന സമയം പുലർച്ചെ 5 മണി മുതൽ 6 മണി വരെ സ്വാമി രാംദാസിൻ്റെ മുറിയിൽ ധ്യാനിക്കാനുള്ള സൗകര്യമുണ്ട്. ആശ്രമം ദർശനത്തിനായി എല്ലാ ദിവസം 5 മണി മുതൽ രാത്രി 10:30 വരെ തുറന്നിരിക്കുന്നു. എല്ലാവർക്കും ഇവിടെ വന്ന് സന്ദർശിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഭക്ഷണം വിളമ്പുന്ന സമയം രാവിലെ കൃത്യമായ സമയം ലഭ്യമല്ലെങ്കിലും രാവിലെ പൂജകൾക്ക് ശേഷം സാധാരണമായി വിളമ്പുന്നു. ഉച്ചഭക്ഷണം ഉച്ചയ്ക്ക് സാധാരണ നിലയിൽ ഉച്ചഭക്ഷണം ലഭ്യമാണ്. വൈകുന്നേരം ചായ. ഉച്ച കഴിഞ്ഞ് ചായ ആശ്രമത്തിലെ തൊഴിലാളികൾക്കും എല്ലായിടത്തും എത്തിക്കാറുണ്ട്. രാത്രി അത്താഴം. രാത്രി 7:30-ക്ക് അത്താഴം വിളമ്പുന്നു. ആശ്രമത്തിൽ വരുന്ന എല്ലാ സന്ദർശകർക്കും ജാതിമത ഭേദമന്യേ സസ്യാഹാരം സൗജന്യമായി നൽകുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ കുറഞ്ഞ ലളിതമായ ശാശ്വത ഭക്ഷണമാണ് ഇവിടെ നൽകുന്നത്. ആശ്രമത്തിന് സ്വന്തമായ ഗോശാലയത്തിൽ ഭക്ഷണം ധാരാളമായ പാൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. ആശ്രമത്തിനുള്ളിൽ മദ്യപാനവും പുകവലിയും കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇവിടെ നല്ല കുറേ പൂന്തോട്ടങ്ങളുണ്ട്. എല്ലാവരും കാണേണ്ട ഒരു സ്ഥലമാണ്. കുറേ ആൾക്കാർ ഇവിടെ ദിവസേന ഇവിടെ വന്ന് സന്ദർശിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളിങ്ങോട്ടേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബായ്.